എന്താ വിശേഷം? അപ്പ അറിഞ്ഞില്ലേ? സുതാര്യമായ രണ്ട് കമ്പനികൾ തമ്മിൽ ഇടപാട്, അതിനെ മറ്റു തരത്തിൽ വക്രീകരിക്കുന്നു എന്നൊക്കെ പാർട്ടി തന്നെ നിലപാടെടുക്കുമ്പോൾ ഇത് കണ്ടഭാവം പോലും മുഖ്യമന്ത്രി നടിക്കാത്ത എന്താ? അദ്ദേഹത്തിന് ആ പ്രസംഗത്തിൽ ഈ പ്രതിപക്ഷത്തെ രണ്ട് ചീത്ത പറയാൻ പോലും തോന്നാത്ത എന്തുകൊണ്ടാണ്? ആകെ മാധ്യമങ്ങൾക്കടക്കം അദ്ദേഹത്തിന്റെ വിമർശനം വരുന്ന ഒരു ഒറ്റ കാര്യത്തിലാണ്, അത് ഈ ഓണവുമായി ബന്ധപ്പെട്ട എന്താ ഓണം വറുതിയിലാണ് എന്ന് വരുത്താൻ ശ്രമിക്കുന്നു ചില മാധ്യമങ്ങൾ. എന്നല്ലാതെ ഇതിന്റെ പേരിൽ മാധ്യമങ്ങളോട് പോലും പുള്ളിക്ക് പ്രശ്നമില്ല. താത്വികമായ ഒരു അവലോകനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ഇങ്ങനെ കുറെ വിളിച്ചു പറയും, നിങ്ങൾക്ക് തോന്നിയ അജണ്ടകൾ നിങ്ങൾ ഫ്രെയിം ഇടും. ചോദ്യമാണ് ശ്രീ വസീഫ്, അല്ലാതെ ദയവായി താങ്കൾ ഈ അജണ്ട ഒന്നും പറയില്ല. ഇത് ചോദ്യമാണ്. എന്തുകൊണ്ടാണ് ഇപ്പൊ അദ്ദേഹത്തെ കുറിച്ച്, അദ്ദേഹത്തിന്റെ മകളെ കുറിച്ച് ഈ ആരോപണം നല്ലല്ലോ റിപ്പോർട്ടിൽ ബോഡിയുടെ റിപ്പോർട്ടിൽ വരുന്ന പരാമർശം തീർപ്പാണ്. അതിൽ വരുന്ന പരാമർശങ്ങളെ കുറിച്ച് ഒരു വാക്കും ഉണ്ടാത്ത എന്താന്ന് ചോദ്യം, അതെന്താ അജണ്ടയാണ്? അതെങ്ങനെ അജണ്ടയാവുന്നത്? അതിലൊന്ന് നിങ്ങളല്ല അയ്യപ്പദാസെ, ഞാൻ പറയട്ടെ, ഇനിയിപ്പോ നാളെ ഇപ്പോ അബിൻ വർക്കി പറയാ മുഖ്യമന്ത്രിയുടെ മകൾ വന്നു ഇങ്ങനെയൊക്കെ പറഞ്ഞു, അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിടുവോ? അല്ലെങ്കിൽ പ്രധാനപ്പെട്ട മാധ്യമ സ്ഥാപനത്തിന്റെ മാന്യത കാണിക്കണം. അറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക. നിങ്ങൾ ഇന്ന് വിളിച്ചു വരുത്തിയിട്ട് നിങ്ങൾ ഇവിടെ ചർച്ച ചെയ്യുന്ന വിഷയത്തെ കുറിച്ച് നിങ്ങളും ഒരു അല്പം മാന്യത കാണിച്ചാൽ നല്ലതാ. നിങ്ങളുടെ ഒരു ചോദ്യം അഭിപ്രായം ചോദിച്ചാൽ തനിക്ക് തോന്നുന്ന അഭിപ്രായമാണ് പറയുന്നത്. പിന്നെ തനിക്ക് തോന്നിയ അഭിപ്രായം ഞാൻ പറയണം. 25 ഒക്ടോബർ 2020 11:14 യുവതിയെ പീഡിപ്പിച്ചു. CPM നേതാവിന്റെ മുൻ ഡ്രൈവർക്കെതിരെ കേസ്. ഭയങ്കര നിലവാരമുള്ള, ഇന്ത്യയിൽ തന്നെ ലോകത്ത് തന്നെ എല്ലാവരും ശ്രദ്ധിക്കുന്ന മീഡിയ പേഴ്സൺസ് ഉള്ള അയ്യപ്പദാസിനെ പോലെയുള്ള മിടുക്കന്മാരുടെ മാധ്യമം. പക്ഷെ ആ മാധ്യമേ ഇന്നലെയും ഒക്കെ നടന്ന ഒരു ചർച്ചയുള്ള ഒരു വാർത്തയെക്കുറിച്ച് ഒരു പ്രാധാന്യം കൊടുക്കുന്നില്ല. മണ്ഡലം സെക്രട്ടറിയാ നാണം വേണം, നാണം അല്പമെങ്കിലും. എന്നിട്ട് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യണം. ഈ കേരളത്തിനകത്ത് വലിയൊരു സംഭവം ഉണ്ടായത്, ഒരു സ്ത്രീയെ കൊന്ന് കുഴിച്ചു മൂടിയതാ യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം സെക്രട്ടറി. ഒന്ന് നിർത്തണോ തന്റെ ഈ ദൈവം ഓരോ കാര്യത്തിനും ഓരോരുത്തരെ സൃഷ്ടിച്ചു വിട്ടിട്ടുണ്ട്. അതിന്റെ ഉദാഹരണമാണ് മലപ്പുറത്ത് യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം സെക്രട്ടറി കൊലപാതകം നടത്തിയിട്ട് സ്വന്തം വീട്ടുവളപ്പിൽ കുഴിച്ചിട്ടിട്ട് പിറ്റേ ദിവസം UDF മാർച്ച് നടത്തുക. പിണറായി വിജയന്റെ പോലീസിനെതിരെ മാർച്ച് നടത്താൻ തീരുമാനിക്കുക. ആ മാർച്ച് നടത്താൻ തീരുമാനിച്ചതിന്റെ തലേ ദിവസമാണ് അറസ്റ്റ് ചെയ്തത്. എവിടെ നിന്ന് കിട്ടിയോടോ ഈ യൂത്ത് കോൺഗ്രസിന്റെ അബിൻ വർക്കിയുടെ മണ്ഡലം സെക്രട്ടറിയെ. എന്നിട്ട് ഇന്ന് കേരളത്തിലെ എല്ലാ തോന്നിവാസങ്ങളുടെയും അധിപനായിരിക്കുന്ന ഒരു മനുഷ്യനുണ്ട്. ആരാന്നറിയോ? VD സതീശൻ. നേരത്തെ അറിയായിരുന്നു മൂപ്പര് ഇങ്ങനെ തന്നെ പറയുള്ളൂ. ഉളുപ്പില്ലാതെ പറയാ, ഉളുപ്പില്ലാതെ. ഞങ്ങൾ കഴിഞ്ഞ ദിവസം പറയുന്നു VD സതീശൻ കിങ് ഓഫ് ഡർട്ടി ബിസിനസ് എന്ന് ആ വാക്ക് അന്വർത്ഥമാക്കുന്ന തരത്തിൽ പറയാ. ഈ പ്രതിക്ക് DYFIയുമായിട്ട് ബന്ധമുണ്ടെന്ന് നോക്കൂ നിങ്ങൾ. എന്നിട്ട് നിങ്ങൾ ഇവിടെ കൊണ്ട് ഒരിക്കെ പുറതെയില്ല. എന്നിട്ട് നിങ്ങൾ ഇവിടെ പല CPMന്റെ നേതാക്കന്മാരുടെ കുടുംബകാര്യങ്ങൾ തെരഞ്ഞു പോവുക. നിങ്ങളോടൊക്കെ ഇങ്ങനെ പ്രതികരിക്കാനേ പറ്റൂ. ഇത്രയും വൃത്തികെട്ട രീതിയിൽ മാധ്യമ പ്രവർത്തനം നടത്തുക. നിങ്ങൾ പിടിച്ചാൽ നടത്തിക്കൊണ്ട് പോകാം, കുറച്ച് കഴിഞ്ഞാൽ ചങ്ങല കിടേണ്ടി വരും. നിങ്ങൾ ഈ പുതുപ്പള്ളിയിൽ അജണ്ട സെറ്റ് ചെയ്യാൻ സഹായിച്ചു കൊടുക്കുക. ആദ്യമായിട്ടാ കാണുന്നത്. രാത്രി മനുഷ്യനെ കിടന്ന് ഉറങ്ങാനും സ്ത്രീയെ 8000 രൂപക്ക് ജോലി പിരിച്ചുവിട്ടു എന്ന് പറയുന്ന സമയത്ത് കോൺഗ്രസുകാരൻ കൊന്നിട്ട പ്ലാസ്റ്റിക് കവറിൽ കെട്ടി കഥനക്കാരനെന്ന് ഞാൻ കൊല്ലുള്ളൂ. നീയേ കുറെ നാളായി കഥനയായിട്ട് നടക്കണം. എന്റെ വീടിനകത്ത് കുഴിച്ചിട്ടു. നിങ്ങൾക്കതൊരു വാർത്തയല്ല, നിങ്ങളത് ഏറെയുമില്ല. എന്തിനാണോ ഇവരൊക്കെ അകത്തോട്ട് പറഞ്ഞു വിടുന്നത്? അവിടുന്ന് എന്തെങ്കിലും കൊടുത്ത് പറഞ്ഞു വിട്ടുകൂടെ? വ്യവസായമല്ലോ. ഞങ്ങൾക്ക് എന്താ നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് പറയാനില്ലേ? ഞാൻ പറയാം, പറയാൻ പറ്റൂ. ക്ഷമ പരീക്ഷിക്കരുത്. ഇതുകൊണ്ട് ഞാൻ ഒറ്റ വീക്ക് വെച്ചെന്നുണ്ടല്ലോ. നിങ്ങൾ പറയുമ്പോ നിർത്താ, നിങ്ങൾ പറയുമ്പോ തുടങ്ങാ. നിങ്ങൾ വിളിച്ചോണ്ട് അങ്ങനെ തന്നെയാണല്ലോ.
ഇതിന് മരുന്നില്ല. എന്താ ശ്രീ വസീഫ്, ഇത് എന്തിനാ നമ്മൾ തുടങ്ങുന്നത്? എന്റെ ചോദ്യം എന്താ താങ്കളോട്? ഞാൻ വിശദീകരിക്കാൻ വേണ്ടി താങ്കളുടെ ഇടപെടൽ ഞാൻ ഇടപെടട്ടെ എന്ന് അഭ്യർത്ഥിക്കുകയാണ്. എന്റെ ഉത്തരം അതാണ്. ഏതാ നിന്റെ രാജ്യം? കോഴിക്കോട്. കുതിരവട്ടമല്ലല്ലോ. വിഷ്ണു എന്ന് പറയുന്നത് ആരാന്നറിയോ നിങ്ങൾക്ക്? എനിക്കറിയാം സാർ. ഇനി ഞാൻ പറയട്ടെ, താങ്കൾ കേൾക്കൂ. ഇനി ഞാൻ പറയട്ടെ, താങ്കൾ കേൾക്കൂ. ഇനി ഞാൻ പറയട്ടെ, ഞാൻ കേൾക്കും. അല്ല, താങ്കൾ ചോദിച്ചില്ലേ? ഒന്ന് പറയൂ. നിങ്ങളുടെ ചോദ്യത്തിന് മാത്രമല്ലേ ഞാൻ മറുപടി. നിങ്ങളൊന്ന് പറ, ആരാ വിഷ്ണു? താങ്കൾ നിർത്തിയാ പറയാം. ഒരു സെക്കൻഡ്. ആരാ വിഷ്ണു? ഒരു സെക്കൻഡ്. പറ ആരാ പറ, കേൾക്കട്ടെ. ഇത് തല്ലുകൊള്ളുമ്പോ ശരിയാകുന്ന താങ്കൾ നിർത്തോ എന്നാ ഞാൻ പറയാം. ആഗ്രഹം ഉണ്ടോ നിങ്ങളുടെ ചോദ്യത്തിന് മാത്രം നിങ്ങൾ ശ്രീ വസീഫ്, താങ്കൾ എന്നെ എന്തോ പറഞ്ഞ് സമ്മർദ്ദത്തിലാക്കി ഒരു ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ അത് പരമദയനീയമാണ് കേട്ടോ. ഞാൻ പറയട്ടെ, താങ്കളൊന്ന് കേൾക്കൂ എന്നെ. എന്റെ മറുപടി ഉണ്ട്. അതെ നിങ്ങളുടെ ഭയങ്കര മഹനീയമാണ് നിങ്ങളുടെ പ്രവർത്തനം, ഭയങ്കര മഹനീയം. ഞാൻ പറയട്ടെ സാർ, ഞാൻ പറയട്ടെ. ആദ്യത്തെ ദിവസം തൊട്ട് അല്ലല്ല മുഴുവൻ കേൾക്കുക. ആദ്യത്തെ ദിവസം തൊട്ട് കോൺഗ്രസിന്റെ മണ്ഡലം സെക്രട്ടറിയോ പ്രസിഡന്റോ അതെനിക്ക് കൃത്യതയില്ല എന്ന് തന്നെയാണ് വാർത്ത. അല്ലാതെ ഒരു യുവാവൊന്നുമല്ല. പറഞ്ഞിട്ടൊന്നുമില്ല. അയ്യോ എന്ന് ഞാൻ ഓർക്കണില്ല, നീ ഓർക്കുകയല്ല. ഡിബേറ്റ് എടുത്തോ? ഒരു യുവാവല്ല. ഡിബേറ്റ് എടുത്തോ? ഈ പ്രൈം ഡിബേറ്റ് എടുക്കണമെങ്കിൽ ഈ CPM പ്രതികളായിട്ട് എത്ര കേസുകൾ ഒരു ദിവസം നാട്ടിലുണ്ടാവും? പ്രൈം ഡിബേറ്റ് എടുക്കാറുണ്ടോ? ഒരു സെക്കൻഡ്. അല്ലല്ല, അങ്ങനെ സംസാരിച്ചു പോകണ്ട. അല്ലല്ല, ഈ CPM പ്രതികളായിട്ട് എത്ര കേസ്, എന്തൊക്കെ തരം കേസ് വരുന്നുണ്ട് സാർ? ഇവന്റെ ഒരു കാര്യം നീഞ്ഞു വന്നേ. ദൈവത്തെ ഓർത്ത് ഒരു സെക്കൻഡ്. അല്ല, കഴിഞ്ഞില്ല. എന്റെ മറുപടി താങ്കൾ കേൾക്കണം. താങ്കൾക്ക് ഇതാണ് താങ്കളുടെ അജണ്ട. ഞാൻ വീഴാൻ പോകുന്നില്ല. പക്ഷെ എനിക്ക് ഉത്തരവുണ്ട്. ഈ ചാനൽ ചർച്ചയിൽ ഇരുത്തി വിചാരണ നടത്തില്ലേ? വെക്കാൻ പരിശ്രമിക്കില്ലേ നിങ്ങൾ? പറയാ ഞങ്ങളുടെ വാർത്തയുണ്ട്, ലിങ്ക് അയച്ചു തരാം. എന്ത് ലിങ്ക്? അല്ല, ഊളംപാറയിലോ കുതിരവട്ടത്തോ കൊണ്ടിടാറ് ഇങ്ങോട്ട് എന്തിനാ കിട്ടിയത്? പ്രതിപക്ഷ പ്രവർത്തകന്റെ ബന്ധുവാണ് ഇങ്ങനെ ഏതെങ്കിലും കേസിൽപ്പെട്ടത് എങ്കിൽ നിങ്ങൾ വിടില്ലവനെ, കൊത്തി വലിക്കും നിങ്ങൾ. അതാ നിങ്ങളുടെ മാധ്യമ സംസ്കാരം. താങ്കളുടെ ഇന്നത്തെ ദൗത്യം എന്ന് വെച്ചാൽ ഒരു 50 മിനിറ്റ് ഈ മുഖ്യമന്ത്രി മകൾ കരിമണൽ ഒഴികെ മറ്റെല്ലാ വിഷയങ്ങളും സംസാരിച്ച് സമയം കളയുക എന്നാണ് താങ്കളുടെ ദൗത്യമെന്ന് എനിക്കൊരു സംശയമുണ്ട്. ഞാനത് താങ്കളുടെ ആരോപിക്കുന്നില്ല. ഒരു സെക്കൻഡ്. ഇതെന്ത് പരിപാടിയാണ് സാർ? നിങ്ങൾ എന്നോട് ചോദിക്കാൻ സമ്മതിച്ചിട്ട് അതും സമ്മതിക്കില്ലേ? ഒരു സെക്കൻഡ് പറഞ്ഞു. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് മറുപടി പറഞ്ഞു. ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ? വിഡ്ഢിത്തിരെ പറയുള്ളൂ. CPM വേണ്ടി സംസാരിക്കാൻ മറുപടി പറയില്ലല്ലേ? ശ്രീ വസീഫ്, ദയവായി താങ്കളുടെ ചോദ്യം ഒന്ന് കേൾക്കുന്നേ. ഈ വീണക്കെതിരെ ഏതെങ്കിലും ഒരു കേസുണ്ടോ? ഞങ്ങളെ വെറും മണ്ടന്മാരാക്കരുത്. ഞങ്ങളും കഞ്ഞിയുടെ വെള്ളം കുടിച്ചതിനാ കാര്യം. ഈ അന്വേഷണ ഏജൻസികൾക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചവരാ ഞങ്ങൾ. ഒരു അറാം മിടുക്കൻ ചെക്കനെ ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല. അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ. ശരി.